ഇന്ന് മൈലാഞ്ചി ഇല മാത്രം വെച്ചുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. നീലാമരി ഇല്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നുള്ളത്. ഇതുപോലെ ചെയ്താൽ ഒരിക്കലും ഓറഞ്ച് കളർ ആവില്ല. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഇത് ഇൻഡിഗോ പൗഡർ അലർജി ഉള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിക്കാം കേട്ടോ. സാധാരണ നമ്മൾ ടീ ഡിക്കോഷനിലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഓറഞ്ച് കളറാണ് മുടിയിൽ കിട്ടുക. അത് കഴിഞ്ഞ് ഇൻഡിഗോ ചെയ്യുമ്പോഴാണ് ബ്ലാക്ക് ആയി വരുന്നത്. അപ്പം ഞാനിത് ഇവിടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കയ്യോഞ്ഞി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ ഞാൻ തലേ ദിവസം തന്നെ പറിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്, എന്നാലേ അതിൻ്റെ ആ മഞ്ഞക്കറയൊക്കെ പോവുള്ളൂ കേട്ടോ. അതുപോലെ ഇട്ട് വെച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ തലേ ദിവസം തന്നെ ഉലുവയും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അരിച്ച് അതിൻ്റെ മട്ടൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇത് നമ്മൾ തലേ ദിവസം ഈ പാക്ക് നമ്മൾക്ക് ഹെന്ന ചെയ്യുന്നതിന് തലേ ദിവസം മുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു അരമണിക്കൂർ സമയം വെച്ച് നമുക്ക് ഷാമ്പു വാഷ് ചെയ്ത് കഴുകാം. ഇതേപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ ചെയ്താൽ നമ്മളെ മുടി നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. അടുത്തത് നമ്മൾക്ക് ഹെന്ന പാക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് റോസ്മേരിയാണ്. റോസ്മേരി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിരിക്കാനും നര കുറയാനും സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതായി വേണ്ടത് കരിഞ്ജീരകമാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫാണ്. ഈ ബേ ലീഫും കരിഞ്ജീരകവും നമ്മളെ മുടി കറുക്കാൻ വളരെ സഹായിക്കുന്നതാണ് കേട്ടോ. ബേ ലീഫ് നമുക്ക് നമ്മുടെ ഗ്രോസറി ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് നമുക്കിതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ബീറ്റ്റൂട്ടാണ്. ഞാൻ ബീറ്റ്റൂട്ട് അരച്ച് ഇവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ്. ഇതുപോലെ വെള്ളം ചേർക്കാതെ സ്മൂത്തായി വേണം അരച്ചെടുക്കാൻ. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു ബർഗൻഡി കളറാണ് കേട്ടോ തരുന്നില്ല. അതുകൊണ്ട് നമ്മളെ മുടിയിൽ ഒരു ഓറഞ്ച് കളറൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ബീറ്റ്റൂട്ട് ഒഴിവാക്കരുത്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ തലേ ദിവസം തന്നെ ഇവിടെ കുതിർത്ത് വെച്ചാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ, ഇതിന് നല്ലൊരു റെഡ് കളർ വന്നിട്ടുണ്ട് ബീറ്റ്റൂട്ടിൻ്റെ. ഇനി ഇത് തിളച്ചൊന്ന് നന്നായി കുറുകി വരണം. ഞാനൊരു 1 മണിക്കൂർ സമയം ലോ ഫ്ലെയിമിൽ ഇത് കുറുക്കിയെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നന്നായി എല്ലാം വെന്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇതുപോലെ വറ്റിച്ചെടുക്കണം. അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഉണ്ടായാൽ മതി. ഇനി ഇതിൽ നിന്ന് ആ ഇല ഞാൻ ബേ ലീഫ് ഉണ്ടല്ലോ, ബേ ലീഫ് മാറ്റി എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ സമയത്ത് വേണ്ട, നമുക്കത് ഇതിൽ നിന്നും മാറ്റി വെക്കാം. അതിന് ശേഷം ഇനി നമ്മൾക്ക് വേണ്ടത് മൈലാഞ്ചി ഇലയാണ്. ഞാൻ ഇതിൽ നിന്ന് ഇലയിലൊന്നും മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തളിരില മാറ്റിയിട്ട് ബാക്കി നമുക്കെടുക്കാം. ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് കറിവേപ്പില എടുക്കണം. കറിവേപ്പില നമ്മളെപ്പോഴും പഴിക്കുമ്പോൾ ഇതുപോലെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ തലഭാഗം ഇതുപോലെ പൊട്ടിച്ചാൽ മാത്രം അത് നന്നായി വളരുള്ളൂ. അപ്പോൾ എല്ലാവരും നേരിയ കറിവേപ്പിൻ്റെ തൈ ഉണ്ടെങ്കിൽ പറയാറുണ്ട് വളരുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ അറ്റം മേലെ മുറിച്ച് കഴിഞ്ഞാൽ അത് നന്നായി തന്നെ വളരുന്നതാണ്. ഇനി ഞാൻ കുറച്ച് കീഴാർനെല്ലി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുടി നന്നായി വളരാൻ സഹായിക്കുന്നതാണ്. എന്തായാലും നമ്മളൊരു പാക്ക് ഇടുന്നുണ്ട്, അപ്പോൾ ഇതുപോലെ മുടി വളരുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കഴിച്ചാൽ നല്ലതാണ്. പിന്നെ ഞാൻ ചേർക്കുന്നുള്ളത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ തലേ ദിവസം തന്നെ ഇതുപോലെ മുറിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. ഇതിൻ്റെ തൊലിയോടുകൂടി ഇടരുത്, ഇതിൻ്റെ ജെല്ല് മാത്രമേ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായി തന്നെ ഇതിൻ്റെ 2 വശത്തുള്ള ഈ തൊലി ഇതുപോലെ നീക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ ജെല്ല് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. കറ്റാർ വാഴ നമുക്ക് മുടി കറുക്കാൻ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് ചേർത്താൽ മാത്രമേ നമുക്ക് ഇത് നന്നായി അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ഇത് നല്ല സ്മൂത്തായി അരഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ കറ്റാർവാഴ തന്നെ ചേർക്കണം. നമ്മളിതിൽ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നുള്ളത്. വെള്ളം ചേർത്താൽ നമുക്ക് അത്രയൊന്നും പേസ്റ്റായി നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല. ഇതിൽ നമ്മൾ ടീ ഡിക്കോഷൻ ചേർക്കുന്നില്ല, കോഫി പൗഡർ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പം അത് ചേർക്കുമ്പോൾ നമ്മുടെ ഇത് എണ്ണ ശരിക്കും കുറച്ച് ബ്രൗൺ കളറാണ് ഉണ്ടാവുന്നത്. എണ്ണ ചെയ്ത് കഴിഞ്ഞാൽ മുടിയൊക്കെ ഒരു ഓറഞ്ച് കളറായിട്ടുണ്ടാകും. അതില്ലാതിരിക്കാനാണ് നമ്മളിതുപോലെ ചെയ്യുന്നുള്ളത്. അപ്പോൾ കറ്റാർവാഴ ചേർത്തതിന് ശേഷം ഞാൻ ഈ ഇലകളെല്ലാം തന്നെ ഈ മിക്സിയിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അധികം അരയണ്ട, ഇതൊന്ന് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അതിന് ശേഷം നമുക്ക് നേരത്തെ ഈ കൂട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല സ്മൂത്തായി വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് ഈ കൂട്ട് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നല്ലൊരു റെഡിഷ് കളറാണ്, ഡാർക്ക് റെഡ് കളർ കൂടിയുണ്ട്, ബ്ലാക്ക് അല്ല അതിപ്പോൾ ഉള്ളത്.
അത് നമ്മൾ ആ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ശരിക്കും അരയുന്നില്ലെങ്കിലും വീണ്ടും കുറച്ചും കൂടി കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുത്താൽ മതി. നല്ല സ്മൂത്തായി അരയും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചും കൂടി കറ്റാർവാഴ ജെല്ല് ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുത്തിരുന്നു. വെള്ളം തീരെ ചേർക്കാൻ പാടില്ല ഇതുപോലെ ചെയ്യുമ്പോൾ. ഇത് അത്രയും സ്മൂത്തായി വേണം നമുക്ക് അരച്ചെടുക്കാൻ. കാരണം നമ്മളിത് അരിച്ചെടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ഇനി ഡൈ ഉണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സ്മൂത്തായി അരക്കണം എന്ന് പറഞ്ഞത്. സ്മൂത്തായി അരച്ചില്ലെങ്കിൽ നമ്മളത് മുടിയിലിടുമ്പം അത്രയും പിടിച്ച് നിൽക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ സ്മൂത്തായി അരക്കണം എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് 2 സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് ഹെന്ന മുടിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ തലേ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ആ പാക്കിട്ട് ഷാമ്പു വാഷൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് പിറ്റേ ദിവസം ഇടേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ എത്ര സ്മൂത്ത് ആയിട്ടുണ്ടെന്നല്ലേ. ഇതുപോലെ സ്മൂത്ത് ആവണം കേട്ടോ. ഒട്ടും തരിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത്രയും സ്മൂത്തായി വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇപ്പം തന്നെ ഇത് കുറച്ച് കറുപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കരിഞ്ചീരകമൊക്കെ ചേർത്തതല്ലേ, കുറച്ച് കറുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറുനാരങ്ങക്ക് അധികം ജ്യൂസ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായും ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ജ്യൂസ് ഉള്ളതെങ്കിൽ ഒരു പകുതി ആയാലും മതി. ഇനി ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഈ ചെറുനാരങ്ങ ജ്യൂസ് ചേർക്കുമ്പോൾ നമ്മുടെ ഹെന്നയ്ക്ക് നല്ലൊരു ഡാർക്ക് കളർ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബീട്രൂട്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു കളറാണ് ഇത് വരുന്നത്. നല്ലൊരു ഡാർക്ക് മെറൂൺ കളറും ബ്ലാക്കും ചേർന്ന ഒരു കളറാണ് കിട്ടുന്നുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നെല്ലിക്ക പൗഡറാണ്. ഞാനിവിടെ പൊടിപ്പിച്ച നെല്ലിക്കയല്ല കേട്ടോ വാങ്ങിയത് തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ നമ്മൾ മൈലാഞ്ചി ഇല അരക്കുന്ന സമയത്ത് ഒരു 3-4 നെല്ലിക്ക വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ അതവിടെ 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇന്നിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ, നാളത്തേക്കാണ്. ഇത് കുറച്ചും കൂടി നമ്മുടെ മുടിയിൽ പിടിക്കാനുള്ള ഒരു കളറ് വരണമെങ്കിൽ ഈ അയൺ കണ്ടൻറ്റ് കൂടി അതിൽ ചേരണം. അപ്പോഴാണ് ഇത് നന്നായി നമ്മൾ മുടിയിൽ പിടിച്ച് കിട്ടുന്നത്. കുളിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഷാമ്പു ചെയ്യരുത്. അന്ന് മാത്രമല്ല പിറ്റേ ദിവസം ചെയ്യരുത്. ഒരു ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാനും ഷാമ്പു ചെയ്യാനും പാടുള്ളൂ കേട്ടോ. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം നല്ലൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതുപോലെ കെട്ടിക്കൊടുക്കണം. കാറ്റ് കിടക്കാതെ ഇരുന്നാലും നല്ലതാണ് കേട്ടോ. നല്ല കളറ് വരും പിറ്റേ ദിവസത്തേക്ക്. അതുപോലെ ഇതുപോലെ കെട്ടി വെച്ച് പിറ്റേ ദിവസമാണ് ഞാനിത് എടുക്കുന്നുള്ളത്. ഇനി ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് 2 മണിക്കൂറെങ്കിലും മുടിയിൽ വെക്കണം. ഈ മുടിയിൽ ഇട്ടതിന് ശേഷം തലയ്ക്ക് ഒരു പ്ലാസ്റ്റിക് കവറോ ഒരു ഷവർ ക്യാപ്പോ തീർച്ചയായും ഇടണം. കാരണം പെട്ടെന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു കളർ കിട്ടില്ല കേട്ടോ. പിന്നെ ഇത് കഴുകി കളയുമ്പോൾ നമ്മുടെ മുടി ബ്രൗൺ ആയിരിക്കില്ല, നല്ല ഇടയ്ക്കൊക്കെ ചെറിയൊരു റെഡിഷ് കളർ ഉണ്ടാവും. നല്ല ഭംഗിയാണ് കേട്ടോ ആ മുടി കാണാൻ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.